എന്താ മാഷെ പെണ്ണ് കാണാൻ പോണ്ടോ? ഇപ്പോഴേ മാഷേ, ഞാന് എന്റെ ഒരു സഹപ്രവർത്തകൻ എന്തോ നസ്രാണി മലയാള മാഷ, അയാൾ അച്ഛൻ കെട്ടി തൂങ്ങി ചത്ത്. അതിന്റെ 16 അടിയന്തരത്തിന് പോവുക. എന്തേ പോരണോ? ഇയാള് വല്ല വളിപ്പം പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ കിടന്നിട്ട് ബെല്ലടിച്ചു പോയ. എനിക്കൊരെണ്ണം കൊണ്ട് തരൂ. അനക്ക് വേണേ എന്നോട് ചോദിച്ചൂടെ, ഞാൻ കൊണ്ടുതരില്ലേ? ഇയാളിപ്പോ എന്താ കൊണ്ടുകൊടുക്കാൻ പോണത്? ആ കുട്ടി എന്താ ചോദിച്ചാൽ അത് ആ കുട്ടി എന്താ ചോദിച്ചു പറ. ഇയാളെന്തിനാ വെറുതെ വാളും കൊണ്ട്? കുട്ടിക്ക് എന്താ വേണ്ടത് എന്നോട് പറയും, എത്ര വേണേ ഞാൻ തരാം. കല്യാണപ്പൂ. എന്താ മാഷേ? കല്യാണപ്പൂ അല്ല കുട്ടി, കല്യാണ സൗഗന്ധിക പൂ. മാഷേ എനിക്കൊരെണ്ണം കൊണ്ട് തരൂ. തരാലോ. ആ കല്യാണപ്പൂവോ? എത്ര വേണം? വേണമെങ്കിൽ 1 or 2 ചാക്കി ഞാൻ കൊണ്ട് തരാം. കല്യാണപ്പൂവാ? ആ താൻ കൊണ്ടുവന്ന് കൊടുക്കുവോ? ആ ഇത് കല്ലുമ്മക്കായ ഒന്നല്ല, കല്ലായി പാലത്തിന്റെ അടിയിൽ നിന്ന് പെറുക്കെടുക്കാനായിട്ട്. അതിനെങ്ങനെ വല്ല വിവരം വേണ്ടേ? ഖുറാനോ ബൈബിളോ എന്തെങ്കിലും വായിച്ച് ശീലിക്കണ്ടേ? ഇത് മലയാളത്തിലുള്ള സംശയ, അത് ഞാൻ നോക്കിക്കോളാം. കണക്കിൽ എന്തെങ്കിലും വരുമ്പോ താൻ ഇടപെട്ടാ മതി. ഇതിൽ കയറി ഇടപെടണത് എനിക്കിഷ്ടല്ല. ഇയാൾക്ക് സൂക്കേട് മറ്റേ കുട്ടി. കുട്ടി ചോദിച്ചോളൂ, വേറെ പൂ വല്ലതും വേണോ? കല്യാണ സൗഗന്ധിപ്പൂ മാത്രമൊന്നുമല്ല, ചെമ്പരത്തിയോ ജമന്തിയോ ചെണ്ടുമല്ലിയോ അല്ലെങ്കിൽ കാഞ്ഞിരപ്പൂവോ പൈനാപ്പിളിന്റെ പൂവോ എന്താ വേണ്ട വെച്ചാ പറഞ്ഞോളൂ, എടുത്തോണ്ടിരാ. കൊറേ പൂവിന്റെ പേര് ഇങ്ങനെ കാണാപ്പാടം പഠിച്ച് പറഞ്ഞുകൊണ്ടൊന്നും മലയാളം വിദ്വാനാകാൻ പോകുന്നില്ല. കുറച്ച് പെരുക്കപ്പെട്ടിയ കാണാപ്പാടം പഠിച്ചുകൊണ്ടൊന്നും കുട്ടികളെ ആകർഷിക്കാൻ പറ്റില്ല മാഷെ. കുട്ടി ഇതൊന്നും ശ്രദ്ധിക്കണ്ട, പറഞ്ഞോളൂ. എന്താന്ന് വെച്ചാ അത് ഞാൻ കൊണ്ടുവന്ന് തരാം. പൂവാ ഇഷ്ടം. സത്യം പറഞ്ഞാൽ എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. പോരെ സൗഗന്ധിക പൂവ്. ഉളുപ്പുണ്ട് കാക്കങ്ങൾക്ക്. 10 കുട്ടികളെ പഠിപ്പിക്കേണ്ട മനസ്സിലായില്ലേ നിങ്ങള്? പോയി അവിടുന്ന്. വന്നു അകത്തിരിപ്പുണ്ട്. മൂപ്പർക്ക് ഇത്ര ജമ കൂടുതലാ, എനിക്കത്ര പിടിച്ചിട്ടില്ല. ആണോ? എന്നാ നമുക്ക് മാറ്റിക്കളയെന്നേ. അലോൻ ടിക്കറ്റിനാണെങ്കിൽ അപ്പുറത്ത്. അയ്യോ, ഞാനിതിന്റെ പ്രൊപ്പറേറ്ററാ, കേശവനുണ്ണി. നിങ്ങളാണല്ലേ ഇതിന്റെ ഓണർ? ജേക്കബ് പറഞ്ഞിരുന്നു ആളൊരു ചെറുപ്പക്കാരനാണെന്ന്. ഞാൻ ജബ്ബാർ. പ്രൊജക്ടർ വല്ല കണ്ടീഷൻ അല്ലല്ലോ. സെക്കൻഡ് ഹാൻഡാ. ഞാൻ ഈ സെക്കൻഡ് ഹാൻഡ് പ്രൊജക്ടിൽ വർക്ക് ചെയ്യാന്ന് സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവര് ചിരിക്കും. എന്താണാവോ? എന്താണെന്ന് ചോദിച്ചാ ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ല. ഞാൻ ഏത് തിയേറ്ററിൽ വർക്ക് ചെയ്യാൻ ചെന്നാലും പ്രൊജക്ടറിന്റെ കണ്ടീഷൻ നോക്കിയിട്ടേ ജോയിൻ ചെയ്യാറുള്ളൂ. അപ്പൊ ഇതിനു മുമ്പ് വർക്ക് ചെയ്യുന്നു? ഓഹോ, അപ്പൊ നിങ്ങൾക്ക് എന്നെ കുറിച്ച് ശരിക്കൊന്നും അറിയില്ലല്ലേ? ആ ജേക്കബ് ഒന്നും പറഞ്ഞില്ലേ? ഞാൻ ഷേണായിസ്, പത്മനാഭ, ഡേവിസൺ, രാഗം ഇങ്ങനെയുള്ള മെയിൻ സെന്ററിലെ വർക്ക് ചെയ്തിട്ടുള്ളൂ. ആ മദ്രാസിൽ എൽപിൻസംകാർ വിളിച്ചിട്ട് കൂടി പോവാതെ ഇങ്ങോട്ട് വന്ന് റെപ്രസെന്റേറ്റീവ് ജേക്കബിന്റെ നിർബന്ധം കൊണ്ടാണ്. പിന്നെ നിങ്ങളുടെ നല്ല കാലം എന്റെ കഷ്ടകാലം. എന്റെ ആദ്യമായിട്ടുള്ള സംരംഭമാണ് ഇത്. അപ്പൊ നിങ്ങൾ സഹകരിച്ചാൽ മാത്രമേ നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള. അച്ഛന് വിളിച്ചപ്പോൾ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഉള്ള സൗകര്യങ്ങളൊക്കെ വെച്ച്. എടാ പോയൊരു ബാഗ് സിഗരറ്റ് വെച്ചോണ്ട. എന്നെ ഇത് ഓടിക്കാൻ പഠിപ്പിച്ചു തരുമോ? അനക്കെന്താ ഇവിടെ പണി? ടിക്കറ്റ് കയറൽ. ആ, ഞാൻ തന്നെ പഠിപ്പിച്ചു തന്നിട്ടാണ് എന്റെ ടിക്കറ്റ് കയറാനല്ലേ? പോയി വിളിച്ചോണ്ടാ. എല്ലാം ഭംഗിയായിട്ടുള്ള അല്ലേ കേശു? ഉണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, ഭഗവതി കടാക്ഷിക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. അത് തികരിക്കാം. ദിവസേന 3 പ്രദർശനങ്ങൾ 2:30
Attention, comrades. Please wait. ഞാൻ സ്ഥലത്തില്ലെങ്കിലും വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. കോഴിക്കോട് സംഘം തിയേറ്ററില് സെക്കൻഡ് ഷോക്ക് പോയിരുന്നു. ഇന്നലെ അത്തിപ്പാറ AC തിയേറ്ററിന് വിളിക്കാൻ വന്നിരുന്നു. അങ്ങോട്ട് പോകാനിരിക്കുമ്പോഴാണ് ഇവിടുത്തെ വീരാറുണ്ട്. അവനോട് പോകാൻ പറഞ്ഞു. നേരെ ഇങ്ങോട്ട് പോന്നു. ഇത് പിന്നെ അപ്പോയിന്റ്മെന്റ് ഓർഡർ കാക്കന്റെ കേസല്ലല്ലോ. 3 മണിക്കല്ലേ മാറ്റി. ജബ്ബാറേ നീ ഒന്ന് അങ്ങോട്ട് നോക്കി. അത് അസിസ്റ്റന്റ് അല്ല ജബ്ബാറേ, പുതിയ ഓപ്പറേറ്ററാ. തമാശ. ജബ്ബാറേ ഇത് നശിക്കാൻ ഉദ്ദേശിച്ച് തുടങ്ങിയ സ്ഥാപനമല്ല. അല്ലല്ലോ. അപ്പൊ പിന്നെ നിന്റെ സകല തരികടയും കളി അറിയാവുന്ന ഞങ്ങള് നിന്നെ ഓപ്പറേറ്റർ ആയിട്ട് വെക്കുവോ? അല്ല നീ തന്നെ പറ, വെക്കുവോ? കവിത എന്താണ് ഈ നേരത്തെ ഇങ്ങോട്ട്? മാഷ് കവിത എന്താണ് ഈ നേരത്ത്? ഒരു സംശയം. എന്തിനാണ് ഒന്നാക്കുന്നത്? ഒരു 10-250 ഒന്നായിട്ട് ഇങ്ങോട്ട് ചോദിച്ചോളൂ. എനിക്കൊരു സംശയമുള്ളൂ. രാഗവിലോല എന്ന് വെച്ചാ എന്താ അർത്ഥം? എന്തോല? രാഗവിലോല. എന്തോല? രാഗവിലോല. കുട്ടിയോട് ആരാണിത് എന്നോട് വന്ന് ചോദിക്കാൻ പറഞ്ഞേ? ആ കള്ള നസ്രാണി മാഷായിരിക്കും. അയാളാണ് വേണ്ടാത്തവരെന്ന് കുട്ടികളെ പഠിപ്പിച്ചു വിടുന്നത്. കണക്കിൽ വല്ല സംശയം ഉണ്ട് എന്നോട് വന്ന് ചോദിച്ചോളൂ. കൂട്ടാനോ കഴിക്കാനോ ഹരിക്കാനോ പെരുക്കാനോ. കണക്കിൽ എനിക്കൊരു സംശയമില്ല മാഷേ. അത് മാഷല്ലേ പഠിപ്പിക്കുന്നേ? അയ്യോ, ഞാനങ്ങനെ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കാറില്ല. ഇത് പിന്നെ കുട്ടിയോടുള്ള ഒരു താല്പര്യം. എനിക്കറിയാം മാഷേ, മാഷിന് എന്നോട് എന്തോ ഒരു താല്പര്യം ഉണ്ടെന്ന്. എങ്ങനെ കുട്ടിക്ക് അത് മനസ്സിലായി? ആ, അതൊക്കെ എനിക്ക് മനസ്സിലാവും മാഷേ. അങ്ങനെ പെട്ടെന്ന് ആരും എന്റെ ശ്രദ്ധപ്പെടാറില്ല. ഇത് പിന്നെ കുട്ടിന്റെ ഒരു ഭാഗ്യ. ഞാനും അങ്ങനെ തന്നെയാ കരുതുന്നത്. മാഷ്ക്കറിയോ, കുറച്ചു ദിവസമായിട്ട് കണ്ണടച്ചാലും തുറന്നാലും ഒരേ ആളിന്റെ രൂപ മനസ്സിൽ. മാഷിന് ഏത് കളറാ ഇഷ്ടം? പച്ച. അയ്യോ, എനിക്കും പച്ചയാ ഇഷ്ടം. മാഷിന് പച്ച നന്നായി ചേരും. പച്ച നിറത്തിലുള്ള ഇതിങ്ങനെ വിട്ടാ ശരിയാവും. ടീച്ചറെ, ടീച്ചറെ, നമ്മൾ ഒടുക്കത്തെ തുള്ളലൊന്നും നിർത്തുവോ? പഠിച്ചോനെ ഒന്നും കണ്ട് താഴെ ഇറങ്ങി നോക്കിയാട്ടെ. ഇനി ഒന്നും പൊളിഞ്ഞു വീഴാൻ ബാക്കിയില്ല. ടീച്ചറെ, ഇങ്ങനെ തുള്ളിയാലേ എല്ലാം കൂടി ഇരിഞ്ഞു പറഞ്ഞ് സമാധാനത്തിനുള്ളിൽ പോകും. നമ്മളെ തലേ കയറിയിട്ട് അങ്ങനെ ഡാൻസ് പഠിപ്പിക്കല് പറഞ്ഞ കേക്ക് മനസ്സിലായില്ലല്ലേ? ഇതൊന്നും നിർത്താൻ കഴിയും. ഞാനൊന്ന് നോക്കട്ടെ. ഇനി നാളെ മതി. നാളെ എല്ലാരും ചായക്കടയിൽ തിരക്ക് കൂടും മുമ്പ് വരണം. തട്ടിക്കുമ്പിട്ടോളൂ. പണ്ടാണോ പാച്ചി കാല് പൂസ് വെച്ചോട്ടെ. എങ്ങനെയെങ്കിലും ജീവിച്ചോടാ പോക്കറെ. വെറുതെ സ്ത്രീ ശാപം വാങ്ങണ്ട. ശാപോ? അങ്ങനെ ശപിക്കാൻ മാത്രം ശക്തിയുള്ള ഒറ്റ പെണ്ണ് ദുനിയാവിലില്ല. ഇതേ നമ്മൾ ഔറാനാജിന്റെ വാപ്പ അസിലാജിക്ക് അയാളെയും വാപ്പ 1-ാം പിറന്നാൾ സമ്മാനമായിട്ട് കൊടുത്ത ബിൽഡിംഗ് ആണിത്. നമ്മൾ അതിന്റെ അടിയിൽ കിടന്ന് ചപ്പലായി പോകും ഭാസ്കര. ഓള് വാ, പേടിക്കാണ്ട് വാ. ഓൻ കാര്യമായിട്ട് നോക്കിക്കോളും. ഓളുടെ ഉമ്മാന്റെ ഉമ്മാനെ നമ്മുടെ വാപ്പ അസലി രാജിക്ക് വലിയുപ്പ പെരുന്നാളിന് കൊടുത്താണ്. അതിന്നുണ്ടായ വിത്താണ്. എന്ത് വിത്തായാലും ശരി, എന്റെ അന്തോണിസ് പുണ്യാളച്ച ഹാജിയാർക്ക് 3000 ആണ് പോണത്. അത് നീ 5000 ആയിട്ട് മടക്കി തരണേ. ഈ കയറങ്ങോട്ട് പിടിച്ചോളീം, കായ് ഇങ്ങോട്ട് എടുത്തോളീം. കായ് എടുക്ക്, ഗുണം വരും. ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോ. സ്റ്റാരിങ് നേരെ പിടിക്കും. ഇതൊന്ന് നേരെ പിടിക്കാൻ ആർക്കും വല്ലതും കൊടുക്കണോ? റൈറ്റ്. എന്റെ അമ്മേ,
സാറേ അനാവശ്യമായിട്ട് സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കരുത്. കുഴി ഒരു ചെറിയ കുഴി ഉണ്ട്, പേടിച്ചാൽ വലിയ കുഴി വന്നാലും എന്ത് ചെയ്യും? ആ സെക്കൻഡിലിടും കാണട്ടെ. എന്താ പറിച്ചിട്ടാണല്ലോ പരിപാടിയാ? ഇതേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗിയർ മാറുമ്പോ ക്ലച്ച് അമർത്തണമെന്ന്. അപ്പൊ ആക്സിലേറ്ററോ? അത് പിന്നല്ലേ. ഓ, ഈ നടുവിലുള്ളതാണോ ക്ലച്ച്? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് താഴോട്ട് നോക്കരുതെന്ന്. പിന്നെ ക്ലച്ച് ഏതാണെന്ന് അറിയണ്ടേ? ക്ലച്ച് നിങ്ങളെ കാലിൽ ലെഫ്റ്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ? ഓ, അത് ശരി. അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണം അല്ലേ? പണ്ണാൻ കട്ട ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗിയർ വലിച്ചൂരി എടുക്കണം. അപ്പൊ ബ്രേക്കോ? ബ്രേക്ക് ഇടുന്നതെല്ലാം കൂടി പണ്ടാണ് അടിക്കാൻ ശേഷം. ഇത്ര ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? അധികം ചൂടാവൊന്നും വേണ്ട. JK കൺസ്ട്രക്ഷൻസിലെ ഒരു സൂപ്പർവൈസറാണ് ഞാൻ. താൻ എന്റെ കീഴിൽ പണിയെടുക്കുന്ന വെറും ഒരു മേസ്ത്രി, അത് മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ അങ്ങോട്ട് ഓടിച്ചോളി. നിങ്ങളോ? അല്ല സാറിന് തോന്നിയല്ല അങ്ങ് ഓടിച്ചോ. ഞാൻ ഓടിക്കും. ഞാനേ പോളിടെക്നിക്ക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. അതിനാരെതിരെന്ന് എങ്ങനെ വേണേലും നിങ്ങൾ അല്ല സാറ് തന്നെ അങ്ങോട്ട് ഓടിച്ചോ. ആ, ഞാൻ ഓടിക്കാം. എന്താ മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോവാ? ബ്രേക്ക് ഔട്ട് ചെയ്ത് ബ്രേക്ക് എവിടെ? ബ്രേക്ക് എവിടെ? ബ്രേക്കിന്റെ ഞാൻ ഔട്ടിക്കോളാം. എവിടത്തേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? കാല് മാറ്റി. പതുക്കെ പതുക്കെ. നിങ്ങളുടെ വിടാതാ. സന്തോഷം. പിടിച്ചു. പിടിച്ചു. സാറേ എത്ര ദിവസം കിടക്കേണ്ടി വരും? ഡോക്ടർ പറയും. മതി, തിരക്കില്ല. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. അല്ല മീൽസ് ഒക്കെ ഇവിടെ സപ്ലൈ ഇല്ലേ? ഊണേ. ഇതെങ്ങനെ മേസ്ത്രി ഉണ്ടായത്? ഞാൻ ഈ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം ഒന്നും എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ സംഭവിച്ചാ ഓ, കർത്താവ് കാത്തു. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വിവരം അറിഞ്ഞത്. ഉടനെ കാർ അടിച്ച സ്ഥലത്ത് ഇങ്ങോട്ട് ഫോൺ ചെയ്തപ്പോ കുഴപ്പമില്ലെന്ന് അറിഞ്ഞു. ആ ഇടിച്ച കാറ് കണ്ടാൽ അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നവരെല്ലാം ചത്തിട്ടുണ്ടെന്നേ വിചാരിക്കുള്ളൂ. അങ്ങനെ ചത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളനിക്കാർക്ക് അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടി കറുത്ത തുണി മേടിക്കാൻ പോയിരിക്കുക സുലോചന. അതിപ്പോ വേസ്റ്റായി. ഇടിച്ചതേ ഒരു അഡ്വക്കേറ്റിന്റെ വീടായിരുന്നു. അയാള് ലോ പോയിന്റ് പറയാ. അയാളെ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി മതിൽ ഇടിച്ചു പൊളിച്ച് കാർ അകത്ത് കയറ്റിയതാണെന്ന്. കോടതി പോവാതിരിക്കാൻ 5000 രൂപ ചോദിച്ചു. മതിലിന് 4000 വേറെ രൂപ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഈ 9000? അതെ, കൂടുതൽ കുഴപ്പങ്ങളില്ലാതെ കേസ് ഒതുക്കുന്നതല്ലേ നല്ലത്. കൊല്ലാൻ ശ്രമിച്ചതാണെന്നൊക്കെ പറഞ്ഞ ചിലപ്പോ അഴി എണ്ണണ്ട വരും. കേട്ടോ സാറേ, ആ കാറിന്റെ കിടപ്പൊന്ന് കാണേണ്ടതാ. അതെ, തോട്ട വിഴുങ്ങിയ പന്നിയുടെ തല പോലെ ആയിപ്പോയി. ഏതായാലും കാറ് ഞാൻ ലോറി കയറ്റി വർക്ക്ഷോപ്പിൽ എത്തിച്ചിട്ടുണ്ട്. ഒരു 10-10000 രൂപ ചെലവാക്കിയ വണ്ടി നേരെ ആക്കാന്നാണ് മെക്കാനിക്ക് പറയണേ. എന്റെ ഈശ്വര, ആ കാറ് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ തല്ലിപ്പുളിയാണെന്ന്. ഇനിയിപ്പൊ വെറുതെ നന്നാക്കി കിട്ടിയാലും ആ അവലക്ഷണം കെട്ട കാറ് നമുക്ക് വേണ്ട. ഈ ബ്ലഡി ഫൂളും ആയിട്ടുള്ള കൂട്ടുകെട്ടും നിങ്ങൾക്ക് അത്ര നല്ലതല്ല. ഞാൻ 2 ആളോടും കൂടിയിട്ടാ പറയണേ. അപ്പോ ഞങ്ങൾ കോളനി പോയി വിവരം പറയാം. എല്ലാരും കൂടെ ഓടിക്കഴിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. അതെ, അതൊരു ശല്യമായി തീരും. സാറേ തെറ്റ് എന്റെ അടുത്താണ്. എന്നോട് ക്ഷമിക്കണം. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായതെന്ന് ഞാൻ ചാടില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. ഒരു സാഹിത്യകാരന്റെ വേദനകൾ മനസ്സിലാക്കാത്ത, അവൻ അംഗീകരിക്കാത്ത അക്ഷരവൈദികളായ ഹംക്കളുടെ ലോകത്ത് ജീവിക്കാൻ ഇനി ഞാനില്ല. ഞാൻ ചാടും. കുറെ നേരം ആയല്ലോ ആശാൻ, ഇത് എപ്പോഴാ? അതെന്താ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ? കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. തിരക്കൂട്ടല്ല, ഇന്ന സമയത്ത് ചാടാനൊന്നും കരാറെടുത്തില്ല. അങ്ങോട്ട് മാറിയില്ലേ? മിസ്റ്റർ കാഞ്ഞിരക്കുറ്റി, നിങ്ങൾ ദയവേ താഴെ ഇറങ്ങണം. മനസ്സില്ല. കുറെ കാലമായിട്ട് എല്ലാരും കൂടി താഴെ ഇറക്കല്ലേ കാതറിനെ. സാഹിത്യ ലോകത്ത് കാതർ ഉയരങ്ങളിൽ എത്തുമോ എന്ന് ഭയന്നിട്ട് ക്ലിക്കുകളും ലോറികളും അല്ല കാതറിന്റെ നേരെ. നിങ്ങൾ മര്യാദയ്ക്ക് താഴെ ഇറങ്ങുന്നതാണ് നല്ലത്. പോലീസിന് എന്താണ് ആത്മഹത്യ ചെയ്യുന്നോട്ട് കാര്യം?
ഒന്ന് പോ സാറേ. നോ സ്റ്റോപ്പ്. പ്രകാശ്, ചാക്കോച്ചൻ, താൻ എവിടെയാ നോക്കണേ? അവിടെ എന്താ സാർ പ്രോബ്ലം? താഴെ ചാടാൻ തുടങ്ങാണെന്ന് ഞങ്ങളെ കൊണ്ട് കയറ്റുന്നില്ല. വി ആർ വെയിറ്റിംഗ് ഫോർ ദ ഫയർ സർവീസ്. ചാടാൻ വരട്ടെ എന്ന് പറഞ്ഞാൽ ക്യാമറ എടുക്കട്ടെ. എന്റെ പ്രശ്നങ്ങളെല്ലാം അറിയുന്ന നിങ്ങളും സമയത്തിന് തന്നെ വന്നത് വളരെ നന്നായി. സാറേ ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ ബന്ധമൊന്നും ഇല്ല കേട്ടോ. മണ്ടത്തിന് കാണിക്കാതെ താഴെ ഇറങ്ങ്. ഇല്ല, എന്റെ ഉള്ളിലെ നീറുന്ന പ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാം. ഉറപ്പുണ്ടോ? ഉറപ്പാണ്. ഇല്ല, പോലീസുകാർ എനിക്ക് വിശ്വാസമില്ല. എന്നാ താൻ ചാടറോ? അങ്ങനെ ചാടിക്കാൻ നോക്കണ്ട, ഞാൻ തോന്നിയതുപോലെ ചെയ്യും. ചാടിയില്ലേ തന്നെ ഞാൻ വെടിവെച്ച് താഴെ ഇടും. എന്നാ വെടിവെച്ചിട്ട് സാർ കൊച്ചോ പറയുന്നത്. ഇതുകൊണ്ട് അടുപ്പിക്കണ്ട, ഞാൻ കയറൂലേ ബക്കറ്റിന്റെ അകത്ത്. നിങ്ങൾക്ക് ഒരു ഹെലികോപ്റ്റർ കൊണ്ടുവന്നൂടെ? എത്ര ഉപകാരം ഉണ്ടായി. ഞാൻ കയറൂല, ഞാൻ ചാടൂ. ഇല്ല, ഞാൻ കയറൂല, ഞാൻ ഇതിനകത്ത് കയറൂല, ഞാൻ ചാടൂ. കേട്ടണ്ട എനിക്ക് പേടിയായിട്ടുണ്ട്. ഒട്ടും നോക്കി തലയിട്ടിരുന്ന് ഞങ്ങളെ വിശ്വസിച്ച് കയറിയതാട്ടോ. അപ്പോ കുറച്ചോടെ മെല്ലെ മെല്ലെ കുലുക്കിക്കൊണ്ടല്ലേ ബാറ്ററിന്റെ മുകളിൽ ഇറങ്ങുക. ചിലപ്പോ നല്ല സുഖം ഇങ്ങനെ മുകളിലൊക്കെ പോയിട്ട് വരിക. ഞാൻ ഇറങ്ങൂല, ഞാൻ ഇറങ്ങൂല. ഒരു സാഹിത്യകാരന് ഒരു വളർച്ചയില്ലാത്ത സ്ഥലമാണ് ഇവിടെ. എന്താ ഒരു മണിവാടുണ്ട്. അയ്യോ സിനിമയുടെ മാമുക്കോയാ. അയ്യോ ഞാൻ ഇക്കാന്റെ എല്ലാ പടങ്ങളും കണ്ടിട്ടുണ്ട്. ഇന്നലെ കൂടി കാശിന്റെ കാര്യം പറഞ്ഞ വീഴാത്ത ഒരു ബ്ലേഡാരനുമില്ല, എനിക്കറിയാം. എത്ര നാളായി മാമൂനെ ഒന്ന് നേരിട്ട് കണ്ടിട്ടല്ലേ? നേരിട്ട് കാണാൻ ഗ്ലാമർ അല്ലേ? തമാശ പറയാതെ. ഒന്നും പറയണ്ട, എനിക്ക് എന്റെ കാശ് ഇപ്പൊ കിട്ടണം. ഞാൻ കഷ്ടപ്പെട്ട് ലൈറ്റിന്റെ ചൂടത്ത് നിന്നുണ്ടാക്കിയ പൈസ. ലൈറ്റ് ഭയങ്കര ചൂടാ ലൈറ്റിന്. നീ ലൈറ്റിന് മുമ്പ് നിന്നിട്ടുണ്ടോ? ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോ ഫോട്ടോ എടുക്കാൻ വേണ്ടി ലൈറ്റിന്റെ ആവശ്യമില്ലാത്ത വർത്താനം പറയുന്നത്. എന്റെ കാശ് ഇപ്പൊ തരണം. നല്ല സഫാരി. ഇതെന്താ ഇതെന്റെ അല്ല, സിനിമ ഡ്രസ്സാ. നേരം വെളുക്കുന്നത് വരെ മെരിലാൻഡിൽ ഷൂട്ടിംഗ് ആയിരുന്നു. അവിടുന്ന് വരുന്ന വഴിയാ. നോക്ക് മേക്കപ്പ് പോലും അഴിച്ചില്ല. ഇനിയിപ്പോ കണ്ണൂർക്കും പോകണം. അതുകൊണ്ടാ മാമു ഇരിക്കാൻ കസേരയില്ലല്ലോ. നീ വരണ്ട് ചായ ഇട. എനിക്ക് നിങ്ങൾ ചായയും വേണ്ട കസാരയും വേണ്ട, എനിക്ക് വേണ്ട എന്റെ കാശാ. എന്നൊരു കാര്യം ചെയ്യും, ഗോപാലിന് 2 രൂപ മേടിച്ചോണ്ടോ. ഏത് ഗോപാലൻ? എരി കടം തരാനുള്ളോ? അയാളോ? അപ്പൊ കോശിയിലുള്ള 10,000. കോശേരയുള്ള 10,000 രൂപ ഞാൻ മേടിച്ചോളാം. ഈ വയസ്സിലോ? ഡ്രസ്സൊക്കെ ഇത് മതി. മാമു ഇവിടെ തന്നെ ഇരിക്കും. കണ്ണട ചുറക്കുന്നു, ഞാൻ പോയിട്ട് വരാം. അങ്ങനെ അങ്ങ് പോയാലോ? എന്റെ അടുത്ത് ഈ വക പണിയൊന്നും നടക്കണ്ട, ഞാൻ കോഴിക്കോട്ടുകാരനാ. മാമു കൈയ്യട്. ഇല്ല, എന്റെ കാശ്. അതിന് ബ്ലേഡ് പൊട്ടിയില്ലേ? തന്നോട് ആരും പറഞ്ഞാൽ അതുകൊണ്ട് കാശിടാൻ. അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് എന്റെ കാശ് ഇപ്പൊ കിട്ടണം. അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. എന്നാ പോലീസിനെ വിളിക്കണോ? ഇത് ദേഹത്തോട്ട് കളിക്കരുത്. തൊട്ടാ എന്തോ ചെയ്യും? തൊട്ടാൽ എന്ത് ചെയ്യുന്നോ? അപ്പൊ കാണാം. ഒന്ന് തൊട്ട് നോക്ക്. തൊട്ടോ. അയ്യോ
ശരി, അത് തുറക്ക്. ഞാൻ മേജരങ്ങളാ. അയ്യോ ഞാനില്ല. എന്താടോ വാതിൽ തുറക്കാൻ ഇത്ര താമസം? ഞങ്ങളപ്പുറത്ത് ചായ ഇടുമായിരുന്നു. കാപ്പി അല്ലേ? കാപ്പി ബ്രൂ ബ്രൂ ബ്രൂ. അങ്ങനെ ഒരു ഗ്ലാസ് എടുക്കട്ടെ. ഈ സമയത്ത് ആരാടാ ബ്രൂ കുടിക്കുന്നല്ലേ ഞങ്ങളെ? ബ്രൂ അല്ല, വിഷമുണ്ടെ കുറച്ചിങ്ങതാ. മോടെ പേരിൽ കിടന്ന കാശ് തള്ളെ അറിയാതെയാ നിനക്ക് വേണ്ടി ബ്ലേഡ് ഡെപ്പോസിറ്റ് ചെയ്തത്. സംഭവം ഇപ്പൊ അവൾ അറിഞ്ഞു. എനിക്കവിടെ കിടക്കപ്പുറത്ത് ഇല്ലതായി. താ 2 കുപ്പി സാധനമുണ്ട്, ഇത് ഇവിടെ ഇരിക്കട്ടെ. ഏതായാലും ഇതുകൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. താൻ കിടന്ന മുറിയാണെ അവള് പൂട്ടുകയും ചെയ്തു. എന്തിനാ? അങ്കിൾ തന്നാ മതി, ഞാൻ അപ്പുറത്തെ ഷെൽഫിൽ വെച്ചേക്കാം. വേണ്ട, ഇതിനകത്ത് വെച്ചാൽ മതി. അതിനകത്ത് മുഴുവൻ ചെതല. ഇരുമ്പ് സേഫ് ചെതല്. ഇരുമ്പ് ഫിനിഷിങ്ങാ, പക്ഷെ സാധനം തടിയാ. എവിടെയെങ്കിലും വെച്ചു, പിന്നെ വരാം. എന്റെ അടുത്ത് വേല ഇറക്കരുത്. ഞാനറിയാ എടുത്ത് കുടിച്ചു കളയരുത്. ദൂരെ കീഴെ കുതിച്ചു ഒരു മാണിക്ക ചെമ്പഴുക്ക, ഞാനിങ്ങെടുത്തു വെച്ചേ ഈ വെറ്റിലെ താമ്പാളത്തിൽ, ഞാനിങ്ങെടുത്തു വെച്ചേ ഈ വെറ്റിലെ താമ്പാളത്തിൽ. ദൂരെ കീഴെ കുതിച്ചു ഒരു മാണിക്ക ചെമ്പഴുക്ക, കര കാണ കടലല മേലെ മോഹത്തിൻ കുരുവി പറന്നു, അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നു, എലുംതിൽനലീണം പാടിവാവ തെയ്യന്താര തെയ്യന്താര ദൈ ദൈ ദൈതും. അറബിക്കടലിളകി വരുന്നു, ആകാശപ്പൊന്നു വരുന്നു, ആലോലം തിരകളിലെ അമ്മാന വഞ്ചീരേ, അരുമപ്പൂമീനേ വാ ഭൂമീനേ വാ വാ. അറബിക്കടലിളകി വരുന്നു ഇടിക്കല്ലടാ ശവേ. നീ ഇതിനൊന്ന് കെട്ടീന് എടുക്കണെങ്കി ദേ പോണു മുതല്. ഇതിനെ എല്ലാണെങ്കിലും നല്ല തൂക്കം കേട്ട പിശാചി. എടാ മാമുക്കോയെ, മാമു നിന്നെനിക്കിഷ്ടാ. നീ ആ നാടോടിക്കാറ്റിലെ മോഹൻലാലിനെയും ശ്രീനിവാസിനെയും ഗൾഫിൽ വിടാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചില്ലേ? അതെ, ശ്രീനിവാസനെ നീ വിട്ടേക്ക്, അവൻ തെണ്ടിയാ, അവനെനിക്കിഷ്ടല്ല. അന്ന് എനിക്കറിയാം നീ എന്നെങ്കിലും എന്റെ കയ്യിൽ വരുമെന്ന്. ഗഫൂർ കാ ദോസ്. ശവത്തിന് എന്തിനാ കൂളിംഗ് ഗ്ലാസ്? അതിങ്ങോട്ട് പോരട്ടെ. 6 അടി മണ്ണിൽ നീറിയൊടുങ്ങും. വാച്ചൊക്കെ കെട്ടി ഇപ്പൊ കല്യാണത്തിന് കൊണ്ട കാര്യമൊന്നുമില്ല നിനക്ക്. തിലകം ചാർത്തി ചീകിയു മഴക. ഓ, പിന്നെ തിലകം ചാർത്തണ്ട ഒരു മോന്ത. അങ്ങോട്ട് പോട്ടാ. ഏയ്, ഇതെന്താ ഈ ശവം എങ്ങനെ പെരുമാറണേ? അങ്ങനെയാലും പറ്റില്ല. എന്താണ്ടത്? ഇതവിടെ ആരാ ആൽഫി? ഇത് എന്താ ഇയാള് പറയുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആൽഫി അറിയോ ഇയാളെ? ഇത് എവിടുത്തെ ഭാഷയാണ്? ഏതാ ഈ പൂർവ്വം? എന്റെ ഒരു ഫ്രണ്ടിന്റെ മാമയാണ്. 1.25 ലക്ഷം രൂപ എന്റെ വാങ്ങിച്ചിട്ട് തിരിച്ചു തരാൻ പറ്റാത്ത ക്ഷമ പറയാണ്. എനിക്കിപ്പോ വേണ്ട, എനിക്ക് ആവശ്യമില്ല. അങ്ങനെ എന്താ മനസ്സിലായ? നായിന്റെ മോനെ ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്തിനാ ഇടപെടുന്ന അയാൾ ചോദിച്ചാ? അയാളുടെ വായിൽ
പേടിക്കണമെല്ലാം കേട്ടിട്ട് കാര്യമുണ്ടോ? വീടാനിക്കാ പണമാകുമ്പോ വരുമ്പോ നമുക്കെന്ത്? എനിക്ക് ഒരു വിഷമല്ല. മോളിലെ നിക്കാഹ് കഴിഞ്ഞിട്ട് പണം പലിശയും ചേർത്ത് തരാന്നോ? അപ്പൊ മതി. വീടാനിക്കാ പോയി കിടക്ക്, പ്ലീസ് പോയി കിടക്ക്. വീടാനിക്കാ പോയി കിടക്ക്. തട്ടിപ്പോകുന്നതിന് മുമ്പ് ഈ നിക്കാഹ് ഞാൻ നടത്തും. നിക്കാഹ് നടത്തുന്നതിന് മുമ്പ് തട്ടിപ്പോകുന്നുള്ളതിന്റെ ആദ്യം പേടി. എന്താ എന്റെ ഫ്രണ്ടിന്റെ മാമയാണ് മകളുടെ കല്യാണം നടത്തുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുക. മോടെ കല്യാണം ഒക്കെ ഞങ്ങൾ നടത്തി തരാം. ആരോ അടിച്ച് കൗളിലെ എല്ല് പൊട്ടി ശരിയാകും, കുറച്ച് സമയം എടുക്കും. 100 കോടി പുണ്യം കിട്ടുമെന്ന് പറയായിരുന്നു. ഇയാളെ പിടിച്ച് പെട്ടിക്കടത്ത് സ്ട്രാപ്പ് ചെയ്തിട്ടേക്കണം. എഴുന്നേക്കാൻ സമ്മതിക്കാം. ഞങ്ങൾ നടത്തിക്കോളാം. നിങ്ങൾ പൊയ്ക്കോളി. പന്നീന്റെ മോന് പനിയുണ്ടാവും മാമ. മുറിവ് ഉണങ്ങുമ്പോ പൊയ്ക്കോളും. മോളുടെ നിക്കാഹ് ഞങ്ങൾ നടത്തിക്കോളാം. മോളുടെ നിക്കാഹ് നടത്തി തരണം എന്നല്ലേ പറഞ്ഞത്? അതെ, അതെങ്ങനെ മനസ്സിലായി? പുതുതായിട്ട് പലതും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴല്ലേ ചിലതൊക്കെ മനസ്സിലായി വരുന്നത് അല്ലേ? കാണുകെ ഇയാളെന്താ ഒരുമാതിരി മുള്ള വെച്ച പോലെ വർത്താനം പറയുന്നത്? നീ ഈ പാവത്തിന് 1.25 ലക്ഷം രൂപ പറ്റിച്ചു അല്ലേ?